നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ക്യാപിറ്റലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി ഡിഫറെന്റ് ഫ്രം ക്യാപിറ്റലൈസേഷൻ. രണ്ടും രണ്ടാണ്. ക്യാപിറ്റലൈസേഷൻ റെഫേഴ്സ് ടു എ long term investment in the company. Capital structure means composition of such investment. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ആ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനകത്ത് വരുന്ന ഏതൊക്കെ പ്രപ്പോർഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ refers to the quality of funds while capital structure represents the quality of funds. അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് ലീവ് ചെയ്തേക്കൂ. ക്യാപിറ്റൽ ഗിയറിംഗ്, ഫിനാൻഷ്യൽ ലിവറേജ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഇതെല്ലാം ഏകദേശം ഒരേ ടേംസ് ആണ്. ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം സെക്യൂരിറ്റീസിലാണ് ക്യാപിറ്റലൈസേഷൻ നടത്തുന്നത് എന്നുള്ള പ്രൊപ്പോർഷനെയാണ് ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. എ കമ്പനി ഈസ് സെഡ് ടു ബി ഹൈലി ഗിയർഡ് വെൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് വെരി സ്മോൾ. കമ്പനി നല്ല രീതിയിൽ ഗിയർഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റലിൽ ഇട്ടിരിക്കുന്ന പ്രൊപ്പോർഷൻ വളരെ കുറവാണ് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റും ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പോസിഷനും ആണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റലൈസേഷൻ ക്വാളിറ്റി ഓഫ് ഫണ്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതും ആ ക്വാളിറ്റിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നും പറയുന്നത്. ലോ ഗിയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർസിൽ ഇട്ടിരിക്കുന്നത് വളരെയധികം കൂടുതലാണ് എന്നുള്ളത് അർത്ഥം. ഇൻ അതർ വേർഡ്സ്, ഗിയറിംഗ് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ള രീതിയിലും ഗിയറിംഗ് എന്ന് പറയുന്ന ടേം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബേസിക്കലി ഇക്വിറ്റി ഷെയർസിൽ കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ലോ ഗിയർഡും, കുറവാണെങ്കിൽ ഹൈ ഗിയർഡ് എന്നും പറയാം. നെക്സ്റ്റ് ടേം ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the amount invested in acquisition and development of fixed asset, which is known as fixed capital. ഫിക്സഡ് അസറ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. The money invested in fixed capital is blocked, not available for day-to-day dealings. ഫിക്സഡ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് ബ്ലോക്ക്ഡ് ആയിരിക്കും. നമുക്കത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വേറെ ഡീലിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് റെപ്രസെന്റഡ് ബൈ ഫിക്സഡ് അസറ്റ് ലൈക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ്, ബിൽഡിങ്സ്. ഓക്കെ, ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ടൈപ്സ് ഉണ്ട്, ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ലാൻഡ്, ബിൽഡിങ്സ്, പ്ലാന്റ്, ഇവയൊക്കെ. ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ് വില്ല്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വി ക്യാൻ ടച്ച് അല്ലേ. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല, പക്ഷെ വി നോ ദാറ്റ് ഇറ്റ് ഇസ് ദെയർ. പേറ്റന്റ്, ട്രേഡ് മാർക്ക് ഒക്കെ. ഡിസിഷൻ കൺസേണിങ് ഫിക്സഡ് ക്യാപിറ്റൽ ആർ ഇമ്പോർട്ടന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫിക്സഡ് ക്യാപിറ്റലിന്റെ കാര്യത്തിൽ എടുക്കുന്ന ഡിസിഷൻസ്. എന്തുകൊണ്ടെന്നാൽ ഡിസിഷൻസ് ഹാവ് എഫക്ട് ഓൺ ലോങ് ടേം ഗ്രോത്ത് ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ ലോങ് ടേം ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന പോയിന്റുകളാണ് ഫിക്സഡ് ക്യാപിറ്റൽ വരുന്നത്. ഒരുപാട് ഫണ്ട് ഇൻവോൾവ് ആയിട്ടുള്ള ടേം ആണ് ഈ ഫിക്സഡ് ക്യാപിറ്റൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിലിടുന്ന ഫണ്ടുകൾ നമുക്ക് ഒരിക്കലും റിവേഴ്സബിൾ അല്ല, അത് ഒരുപാട് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്താണ് മാനേജ്മെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടേമിന് അണ്ടറിൽ വരുന്നത് നോക്കാം. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം പീരീഡിലേക്ക് വേണ്ടതാണെന്ന് നമുക്കറിയാം. Therefore, it is raised from long-term sources of finance. ഫിക്സഡ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ലോങ് ടേം ആയിട്ടുള്ള സോഴ്സിൽ നിന്നായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, ഫ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇതൊക്കെയാണ് ഫിക്സഡ് ക്യാപിറ്റലിന്റെ സോഴ്സസ്. ഷെയർ, ഡിബഞ്ചർ, ലോണുകൾ, പ്രോഫിറ്റിൽ നിന്ന് തന്നെ വീണ്ടും എടുക്കുന്നത്, ഇവയൊക്കെ. Fixed capital provide foundation of business, act as the cushion to absorb the shock of the business. Fixed capital ആണ് ബിസിനസിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതും എല്ലാ സ്റ്റോക്കിന്റെ എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. ഫിക്സഡ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും
പ്രോപ്പർ ആയിട്ട് ഫേമിന്റെ ക്യാപിറ്റൽ പല പ്രോജക്റ്റുകളിൽ അസൈൻ ചെയ്യുക, ലോങ് ടേം ഇംപ്ലിക്കേഷൻസിൽ അസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. These decisions are called investment decision or capital budgeting decision or management of fixed capital or capital expenditure decisions. ഇത്തരത്തിൽ ഫിക്സഡ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിസിഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്, മാനേജ്മെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഡിസിഷൻസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻസ് എന്നൊക്കെ പറയുന്നത്. Investment in these assets means expenditures in acquisition, expansion, modernization, replacement, etc. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നതിനെ, ഏതെങ്കിലും രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ, അതേപോലെ ഏതെങ്കിലും രീതിയിൽ മോഡേണൈസ് ചെയ്യുന്നതിനെ, റീപ്ലേസ് ചെയ്യുന്നതിനൊക്കെയാണ് പറയുന്നത്. These decisions include purchase of land, building, adoption of advanced technology, expenditure incurred for merge, etc. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, ബിക്കോസ് കുറെ റീസൺസ് അതിനുണ്ട്. ഒന്നാമത്തെ റീസൺ ആണ് ലോങ് ടേം ഗ്രോത്ത് എന്ന് പറയുന്നത്. ദീസ് ഡിസിഷൻസ് ഏറ്റവും കൂടുതൽ ലോങ് ടേം ഇംപ്ലിക്കേഷൻസിനെ ബാധിക്കുന്നവയാണ്. ഇറ്റ് അഫക്ട് ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ദാറ്റ് ഫേം. ഒരു റോങ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ബിസിനസിന്റെ ഗ്രോത്തിനെ വരെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവോൾവ് ആണെന്നുള്ളത്. ഇറ്റ് റിക്വയർ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട്സ്. ഒരുപാട് ഫണ്ട് ആവശ്യമായിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ള അവൈലബിൾ ഫണ്ട്സ് ലിമിറ്റഡ് ആയിരിക്കും താനും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കും. മൂന്നാമത്താണ് റിസ്ക് ഇൻവോൾവ്. ഫിക്സഡ് ക്യാപിറ്റലിനകത്ത് ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ആണെന്ന് നമുക്കറിയാം. അത് അതിന്റെ റിട്ടേണിനെയും ഒരു ഫേമിന്റെ ലോങ് റണ്ണിനെയും ബാധിക്കുന്നവയാണ്. സോ അതുകൊണ്ട് തന്നെ ഹ്യൂജ് റിസ്ക് അതിൽ ഇൻവോൾവ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഇറിവേഴ്സിബിൾ ഡിസിഷൻ എന്നുള്ളത്. ഒരു ഡിസിഷൻ ഒരു പെർമനന്റ് അസറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര റിവേഴ്സ് എടുക്കാൻ വേണ്ടി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഹ്യൂജ് ലോസിന് അത് പോസിബിൾ ആണ്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫിക്സഡ് ക്യാപിറ്റലിന് റിക്വയർമെന്റിന് ആവശ്യമായിട്ടുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് നേച്ചർ ഓഫ് ബിസിനസ്. ദി നേച്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ബിസിനസ് ഡിറ്റർമൈൻ ഹൗ മച്ച് ഫിക്സഡ് ക്യാപിറ്റൽ ഇസ് റിക്വയർഡ്. അത് നമുക്കറിയാം. അതായത് ഒരു ബിസിനസ്സിന് എത്രത്തോളം ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുണ്ടെന്നുള്ളത് ആ ബിസിനസ്സിന്റെ നേച്ചറും ക്യാരക്ടറും അനുസരിച്ചാണ്. ഇപ്പൊ ഇവിടെ നോക്കാനാണെങ്കിൽ ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് കുറച്ച് മതി ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ. ഒരു മാനുഫാക്ചറിംഗ് കൺസേണിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രേഡിംഗ് കൺസേണിന് ഫിക്സഡ് അസറ്റ് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് മതി എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടറാണ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സൈസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ലാർജ് സൈസ്ഡ് ബിസിനസ്സിനാണെങ്കിൽ ജനറലി അതിന് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. ഓഫ് കോഴ്സ് ഫിക്സഡ് അസറ്റിനും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് ആവശ്യമായിട്ട് വരും സ്മോൾ ബിസിനസ്സിനെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ വരുന്നതാണ് ചോയ്സ് ഓഫ് ടെക്നിക്സ്. ചില ഇൻഡസ്ട്രീസിന് ക്യാപിറ്റൽ വളരെയധികം ഇന്റൻസീവ് ആയിട്ട് ഉപയോഗിക്കേണ്ടതും ചിലത് ലേബർ ഇന്റൻസീവ് ആയിട്ട് ഉപയോഗിക്കേണ്ടതുമാണ്. സോ അങ്ങനെയുള്ളതിൽ ഫിക്സഡ് ക്യാപിറ്റൽ വളരെയധികം കൂടുതലും ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഇൻഡസ്ട്രീസിന് ഫിക്സഡ് ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് വളരെയധികം കൂടുതലായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ടെക്നോളജി അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത്. ചില ഇൻഡസ്ട്രീസിന് ചിലത് പെട്ടെന്ന് ഒബ്സൊലേറ്റ് ആയി പോകും, ചിലത് കോൺസിക്വന്റ്ലി ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ടെക്നോളജി അപ്ഗ്രേഡേഷനും വളരെയധികം ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റിനെയും അക്വിസിഷനെയും ബാധിക്കുന്ന വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ വരുന്നതാണ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ്. ഹയർ ഗ്രോത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ ജനറലി റിക്വയർ ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്. ഒരു ഓർഗനൈസേഷന് ഹയർ ഗ്രോത്ത് വേണം എന്നുള്ളതാണെങ്കിൽ അവിടെ ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഫിക്സഡ് അസറ്റിന് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഉള്ളതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഒരു ഫേം അതിന്റെ ആക്ടിവിറ്റീസ് ഡൈവേഴ്സിഫൈ ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫിക്സഡ് ക്യാപിറ്റലിന്റെ ആവശ്യകത എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും.
ഫിനാൻസിങ് ഓൾട്ടർനേറ്റീവ്സ്. ഒരു അസറ്റ് ഇപ്പോൾ ലീസിന് എടുക്കുന്നു, ഇപ്പോൾ ഫേം റെന്റിൽ പേ ചെയ്യുന്നെങ്കിൽ റെന്റ് പേ ചെയ്താണ് യൂസ് ചെയ്യുന്നെങ്കിൽ അതങ്ങനെ ഓരോന്നിനും ഓരോ ഓൾട്ടർനേറ്റീവ്സ് എടുക്കാമല്ലോ നമുക്ക്. അപ്പോൾ ബൈ ഡൂയിങ് സോ ഇറ്റ് അവോയ്ഡ്സ് ഹ്യൂജ് സം റിക്വയർഡ് ടു പർച്ചേസ് ആൻഡ് ദെയർ ബൈ റെഡ്യൂസിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്. നമ്മൾ ലീസിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ചിലവ് കുറവായിരിക്കും. പക്ഷെ അതെല്ലാം നമ്മൾ ഒറിജിനലായിട്ട് അത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അതിന് ആവശ്യമായിട്ടാണ്. അത് ഫിക്സഡ് അസറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നത് വലിയൊരു ഫാക്ടറാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ലെവൽ ഓഫ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. ചില ടൈംസിൽ ഓർഗനൈസേഷൻ പല ഫെസിലിറ്റീസും ഉപയോഗിക്കും. ഇപ്പോൾ ATM ഫെസിലിറ്റീസ് ഉപയോഗിക്കും. അങ്ങനെയുള്ള കൊളാബറേഷൻസ് ആണെങ്കിൽ ഫിക്സഡ് അസറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് റെഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഓരോ പാർട്ടിസിപ്പൻസിനും ഓരോ ടെക്നിക്സുകൾ ഇങ്ങനെ ഉപയോഗിക്കാം. കൊളാബറേഷൻസ് വെച്ചിട്ടും ഫിക്സഡ് അസറ്റുകളുടെ റിക്വയർമെന്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നൊരു ടേമാണ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? നമുക്ക് ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ, ഡേ ടു ഡേ ഒരു ബിസിനസിന്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ which is required for day to day working of a business. Working capital refers to the part of capital which is available and used for carrying out routine business operations or financing current assets such as cash, marketable securities, debtors and inventories. Working capital എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ക്യാപിറ്റലിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഒരു ബിസിനസിന്റെ റുട്ടീൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്താനും കറന്റ് അസറ്റുകളിൽ ഫിനാൻസ് ചെയ്യാനും. കറന്റ് അസറ്റുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകൾ ലൈക്ക് ക്യാഷ്, ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഡെറ്റേഴ്സ്, ഇൻവെന്ററീസ് ഇവയൊക്കെ. ഇതിനെയാണ് നമ്മൾ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിവോൾവിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കുന്നത്. ശരിക്കും വർക്കിംഗ് ക്യാപിറ്റലിന് രണ്ട് കോൺസെപ്റ്റ് ആണുള്ളത്. ഒന്ന് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, രണ്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓൾ കറന്റ് അസറ്റ് ലൈക്ക് ക്യാഷ്, ഇൻവെന്ററീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഇതിനെയൊക്കെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് മെഷർ ചെയ്യുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് അസറ്റിൽ നിന്ന് കറന്റ് ലയബിലിറ്റീസ് കുറയ്ക്കുന്നതിനാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വേറെ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ എക്സസ് ഓഫ് കറന്റ് അസറ്റ് ഓർ കറന്റ് ലയബിലിറ്റീസ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഷോർട്ട് പീരീഡിൽ തിരിച്ച് പേ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലയബിലിറ്റീസിനെയാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്യാപിറ്റൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. വെൻ കറന്റ് അസറ്റ് കറന്റ് ലയബിലിറ്റിനെ എക്സീഡ് ചെയ്യുമ്പോഴത്തേക്കും വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവും, കറന്റ് അസറ്റ് കറന്റ് ലയബിലിറ്റിനേക്കാളും കുറവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവും ആണെന്നാണ് പറയുന്നത്. സോ ഇപ്പം നമുക്ക് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നും മനസ്സിലാവില്ല. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് അസറ്റിൽ നിന്ന് കറന്റ് ലയബിലിറ്റി കുറയ്ക്കുന്നതിനെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ബിസിനസിന്റെ നേച്ചർ. എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓരോ ബിസിനസിന്റെയും നേച്ചറിനെ വെച്ചിട്ടാണ്. ഇപ്പോൾ ട്രേഡിംഗ് കൺസേൺസിനാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. മാനുഫാക്ചറിംഗ് കൺസേൺസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ട്രേഡിംഗ് കൺസേൺസ് ആണെങ്കിൽ സെയിൽസ് ഇമ്മീഡിയറ്റ്ലി ഓരോന്നിന്റെ റെസീറ്റ്സുകൾ കിട്ടും, ഗുഡ്സ് കിട്ടും. അപ്പം ഇത്തരത്തിലുള്ളതൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് സ്മോളർ എമൗണ്ട് മതി. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ആണെങ്കിൽ ഹൈ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ആണെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് ഇൻവെന്ററി ഡെറ്റേഴ്സ് അവിടെ വരും. സച്ച് ഓർഗനൈസേഷൻ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ള ടൈപ്പ് ഓഫ് കൺസേൺസ് ആണ്. തേർഡ് പോയിന്റ് ആണ് ബിസിനസ് സൈക്കിൾ. ബൂം പീരീഡിൽ ബിസിനസ് ഏറ്റവും കൂടുതൽ പ്രോസ്പെറസ് ആയിട്ട് വളരെ ഫ്ലറിഷ്ഡ് ആയിട്ട് വരുന്ന ടൈപ്പിൽ ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് റിക്വയർഡ് ആണ്. ലൈക്ക് പ്രൈസ് കൂടും, സെയിൽസ് കൂടും. ഇവയൊക്കെ ഡിപ്രഷന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ സെയിൽസ് കുറയുന്ന സമയമാണ്. ആ സമയത്ത് അത്ര എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരത്തില്ല. പിന്നെ ഉള്ളതാണ് സീസണൽ ഓപ്പറേഷൻസ്. സംടൈംസ് ഇൻഡസ്ട്രീസ് ഹാഡ് പ്രൊഡ്യൂസ് ആൻഡ് സെൽ സീസണൽ ഗുഡ്സ്. ആ സീസണിന്റെ സമയത്താണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും.
പീക്ക് സീസൺ ആണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ അത്ര വരത്തില്ല. പിന്നെ ഉള്ളതാണ് പ്രൊഡക്ഷൻ സൈക്കിൾ. പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസീറ്റ് കിട്ടുന്ന സമയം ഒരു കാരണം സെയിൽ നടന്ന അതിന്റെ റെസീറ്റ് നടക്കുന്ന ആ ഒരു സ്പാൻ ഓഫ് ടൈമിനെയാണ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ റോ മെറ്റീരിയലിന്റെ റെസീറ്റ് കിട്ടി, അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സമയം, അതിനെയാണ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ സൈക്കിൾ ഇതിനെ ബാധിക്കും. ലാർജ് എമൗണ്ട് ഓഫ് പീരീഡ് ഉള്ളതാണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുള്ളവയാണ്. പിന്നെ ഉള്ളതാണ് ക്രെഡിറ്റ് പോളിസി. ക്രെഡിറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ കൺസേൺ ബൈയിങ് റോ മെറ്റീരിയൽസ് ഓൺ ക്രെഡിറ്റ് ആൻഡ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ഓൺ ക്യാഷ് റിക്വയർ ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് കടത്തിന് വാങ്ങി കാശിന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി, തിരിച്ചാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുണ്ട്. ലിബറൽ ക്രെഡിറ്റ് പോളിസി റിക്വയർഡ് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ലിബറൽ ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസിക്ക് ആണെങ്കിൽ അവിടെ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇഫ് ക്യാഷ്, ഡെറ്റേഴ്സ് ആൻഡ് ഇൻവെന്ററീസ് ആർ എഫിഷ്യൻ്റ്ലി മാനേജ്ഡ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. കൃത്യമായിട്ട് മാനേജ് ചെയ്യപ്പെടുന്ന ഇൻവെന്ററീസും ഡെറ്റേഴ്സും എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യപ്പെടുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് അതിനനുസരിച്ച് കുറവായിരിക്കും. അങ്ങനെയല്ല, എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് എന്താണ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിന്റെ അവൈലബിൾ ഫ്രീ ആണ്, കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ലോവർ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളൂ. ഇൻ അഡീഷൻ, ദ ടൈം ലാഗ് ബിറ്റ്വീൻ ദ റിപ്ലേസ്മെന്റ് ഓഫ് ഓർഡർ ആൻഡ് ദ ആക്ച്വൽ റെസീറ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ലാർജർ ലീഡ് ടൈം ആണെങ്കിൽ ലാർജർ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആവശ്യമായിട്ടുണ്ട്. അതായത് റോ മെറ്റീരിയൽസ് വളരെ ഈസി ആയിട്ട് കിട്ടും, അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, അപ്പോൾ അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അങ്ങനെയല്ല, ഇതിനൊക്കെ നല്ല ലാഗ് വരും, റെസീറ്റ് ചെയ്യാനും ആ ടൈമിനൊക്കെ നല്ല ലാഗ് വരുമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ആവശ്യമായിട്ട് വരും. പിന്നുള്ളതാണ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ്. വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് ഓഫ് എ കൺസേൺ ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ഇറ്റ്സ് ബിസിനസ് ആക്ടിവിറ്റീസ്. വർക്കിംഗ് ക്യാപിറ്റൽ നല്ല രീതിയിൽ ഗ്രോത്ത് വേണം, എക്സ്പാൻഡ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് കമ്പനീസിനാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് വളരെയധികം കൂടുതലായിരിക്കും. അതാണ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ലെവൽ ഓഫ് കോമ്പറ്റീഷൻ. ഇൻ കേസ് ഓഫ് മാർക്കറ്റ് is highly competitive, liberal credit terms may have to be granted to customers. This leads to higher investment in debtors, require more working capital. അതായത് വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ലിബറൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ടേംസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇത് നല്ല രീതിയിൽ ഡെറ്റേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റിന് ആവശ്യമായിട്ട് വരുന്നതും, അതായത് നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ അതിന്റെ ആവശ്യകത വരും. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. ഇൻഫ്ലേഷന്റെ സമയത്ത് പ്രൈസ് ലെവൽ ഇൻക്രീസസ് ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നെസസറി. ഇൻഫ്ലേഷന്റെ സമയത്താണെങ്കിൽ പ്രൈസ് ലെവൽ നല്ല രീതിയിൽ കൂടുകയും വർക്കിംഗ് ക്യാപിറ്റൽ വളരെയധികം ആവശ്യമായിട്ട് വരികയും ചെയ്യും. ദാറ്റ് വിൽ മെയിൻറ്റെയിൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് കറന്റ് അസറ്റ്സ്. ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ a firm that gives a steady high rate of cash dividend needs more working capital. Steady high rate of cash dividend കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫേം ആണെന്നുണ്ടെങ്കിൽ ആ ഫേമിന് സ്റ്റഡി ആയിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നല്ല രീതിയിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ അതാണ് ഡിവിഡൻഡ് പോളിസിയിൽ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം പീരീഡിലേക്ക് വേണ്ടി, പീരീഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ലോങ്ങർ പീരീഡ്. വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഷോർട്ടർ പീരീഡ്. ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ക്യാപിറ്റൽ വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ഫോർ റൂട്ടീൻ ബിസിനസ് ആക്ടിവിറ്റീസ്. ഡെയിലി ഉള്ള ബിസിനസ് ആക്ടിവിറ്റീസിന് ഇത്തരത്തിലുള്ള ബ്ലോക്ക്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റലിൽ നിന്ന് ഫണ്ട് കിട്ടത്തില്ല. പക്ഷെ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് റുട്ടീൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉള്ള ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ആണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്.
പക്ഷേ കറണ്ട് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ത്രൂ ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോൺസ്. അറ്റ് ദ സെയിം ടൈം വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യുന്നത് ക്യാഷ് സെയിൽസ്, കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ തമ്മിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും അറിഞ്ഞു വെക്കുക.